നമസ്തേ. നമ്മൾ ഇന്ന് പുതിയൊരു കാര്യം അവതരിപ്പിക്കുകയാണ്. നമ്മുടെ യോഗ, ശിവാംബു യോഗ വളരെയധികം ഗുണങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. നമ്മൾ ഇത് അഭ്യസിക്കുന്നവർക്ക് അസുഖങ്ങൾ വരില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പൊ അത്രയ്ക്കും എഫക്റ്റീവാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ രീതികളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. അപ്പൊ അതേ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കണം. ആവശ്യമുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കണം. ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതാണ്. നമുക്ക് നല്ല ഭക്ഷണങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അത് സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ സ്വീകരിക്കണം. നമുക്ക് ഫൈബർ, പ്രോട്ടീന് ഇതൊക്കെ കൂടുതൽ വേണം. കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ഇതൊക്കെ കുറവ് വേണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഭക്ഷണശീലങ്ങളിൽ അത് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തണം. നമുക്ക് മായം ചേർന്ന ഭക്ഷണങ്ങളും വിഷ ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് കിട്ടുന്നത്. നമുക്ക് അതിന്റെ എക്സ്ട്രാക്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ തേടി പിടിക്കേണ്ടി വരും. അപ്പൊ ഞാനിപ്പോ അതിന്റെ യാത്രയിലാണ്. അപ്പൊ നമ്മുടെ ഭക്ഷണം കറക്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് യോഗ വ്യായാമം. നമുക്ക് ഏറ്റവും നല്ലൊരു വ്യായാമമാണ് റാംസ് പ്രാണായാമം. കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 10 വയസ്സ് മുതൽ 90, 95 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് വരെ ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള ആസനങ്ങളാണ്. 10-85,000 ആസനങ്ങൾ ഉണ്ടെങ്കിലും 85 ആസനങ്ങളോടാണ് സ്ഥിരമായിട്ട് എല്ലാവരും ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ തെരഞ്ഞെടുത്ത 37 ആസനങ്ങളാണ് നമ്മൾ ഇതിൽ കൂടെ പഠിപ്പിക്കുന്നത്. റാംസ് പ്രാണായാമം കൂടെ 37 ആസനം. അതേകൂടെ നമ്മൾ പ്രാണായാമം, അതുപോലെ മെഡിറ്റേഷൻ, ചക്ര മെഡിറ്റേഷൻ കൂടി നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ചെലവുകൾ ഉണ്ടെങ്കിലും നമുക്ക് കൂടുതൽ ഗുണം കിട്ടുന്ന ഒരു സംവിധാനത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മള് ബയോ ജർമ്മനി എന്ന് പറയും. നമുക്ക് യുഎസ്എയിലെ കാനൺ മലനിരകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു ലോഹ ഘടകമാണ് ജർമ്മേനിയം. അത് നാനോ മാഗ്നറ്റിക് തെറാപ്പിക്ക് നിങ്ങൾക്ക് അറിയുണ്ടാവും. ഇത് നാനോ മാഗ്നറ്റിക് തെറാപ്പിയുടെ ഒരു ഭാഗമായിട്ട് കൂടി വരും. അപ്പൊ അതിൽ തന്നെ ഏറ്റവും നല്ല സമ്പുഷ്ട ബയോ ജർമ്മേനിയം ഡിഗ്രേഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമ്മളെ ഡാജോയ് എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മളെ ഇന്ത്യയില് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ മന്ത്രി സഭയുടെയൊക്കെ അംഗീകാരം, ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഒരു സംവിധാനമാണ്. അപ്പൊ അത് ഞാനിപ്പോ പരീക്ഷിച്ചു വരികയാണ്. നമ്മളെ ചക്ര മെഡിറ്റേഷൻ, നമ്മളെ 7 ചക്രങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. മൂലാധാര ചക്രം, അതുപോലെ സ്വാധിഷ്ഠാന ചക്രം, മണിപൂര ചക്രം, അനാഹത ചക്രം, വിശുദ്ധി ചക്രം, ആജ്ഞാചക്രം, സഹസ്രാര ചക്രം. ഈ ചക്രങ്ങളെ ഉത്തേജിപ്പിക്കാനായിട്ട് നമ്മുടെ മെഡിറ്റേഷനെ കൊണ്ട് സാധിക്കുന്നുണ്ട് നമുക്ക്. അപ്പൊ അതിൽ കൂടെ കുറച്ചും കൂടെ ഒരു സ്പീഡി റിക്കവറി കിട്ടാനുള്ള ഒരു കാര്യമാണ് ഈ സംവിധാനത്തിൽ കൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തണം. അപ്പൊ നമ്മള് ആദ്യം ഒരു തുണി വിരിച്ചു. അപ്പൊ അതിന്റെ ഉള്ളില് നമുക്ക് യോഗ മാറ്റ് നമ്മൾ യോഗ ചെയ്യാറ്. അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യുന്നത് നമ്മള് ഡാജോയുടെ മാട്രസ്. ഇത് ബയോ ജർമ്മനിയ കുറെ കാന്തിക സെറ്റിങ്സോട് കൂടി ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ 210 മാഗ്നറ്റുകൾ ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇത് നിലത്ത് വയ്ക്കണം. ഇതില് കിടന്നുകൊണ്ട് നമുക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ, നമ്മള് ചൈതന്യാസനം ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ അതിന്റെ പില്ലോ ഉണ്ട്, പില്ലോ അത് നമുക്ക് തലയിടാനാക്കിയാണില്ല. അതുപോലെ നമുക്ക് ഇതിന്റെ ഒരു സ്ട്രാപ്പ് കൂടി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഇതില് കയ്യുമ്മ കെട്ടണം. നമുക്ക് സ്വാധീനം കുറഞ്ഞ കയ്യുമ്മ കെട്ടുന്നത്.
നമുക്ക് ഇത് ചെയ്യുമ്പോ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടും. നമ്മുടെ നാടികളിലേക്ക് ഒരു കൂടുതൽ പ്രാണനെ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതില് നമ്മൾ കിടക്കണം. കിടന്നു കഴിഞ്ഞിട്ട് നമ്മള് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഗുണം ചെയ്യും. ഞാനൊരു ഇതായിട്ട് ചെയ്ത് കാണിക്കാം. അപ്പൊ ഈ സംവിധാനം ഞാൻ ഇവിടെ റാംസ് പ്രാണയോഗ വിദ്യാപീഠത്തില് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ നേരിട്ട് ഇവിടെ വന്ന് ചെയ്യാം. അപ്പൊ അവിടെ ഇതിന്റെ സിറ്റിങ്ങുകൾ നമുക്ക് അരമണിക്കൂറോ 1 മണിക്കൂർ ഇതില് ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തണ്ടില് വേദന, അതുപോലെ തോള് പേശി വേദന ഇതൊക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലതാണ്. അപ്പൊ 30 ദിവസത്തെ ടൈമാണ് നമ്മൾ ഇതിന് പറയുന്നത്. 30 ദിവസം നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതില് വലിയ മാറ്റങ്ങൾ വരാൻ പോകണം. അപ്പൊ നമ്മൾ നിന്ന് കിടക്കണം. കൈ മലർത്തി വെക്കണം എന്ന് പറഞ്ഞു കിടക്കണം. കൈ ബെഡിന്റെ ഉള്ളിൽ വരണം കേട്ടാ. ബെഡിന്റെ മുകളിൽ ഒരു ഷീറ്റ് വിരിക്കാം. നമുക്ക് പബ്ലിക്കായിട്ട് ചെയ്യുമ്പോ നമുക്ക് ഇതിൽ ഷീറ്റ് വിരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് കിടക്കാം. നമ്മളെ ഡ്രസ്സുകൾ കിടക്കണം. അപ്പൊ കിടക്കാം. തളർന്ന് കിടക്കുക. കാല് തളർത്തിയിടുക, കൈ തളർത്തി, ശരീരം തളർത്തി. വയറുമ്മ ശ്രദ്ധിക്കുക. വയറ് ഒന്നും താഴും. വയറ് ഒന്നും താഴും. അത് ശ്രദ്ധിക്കുക. അതിന്റെ സ്പീഡ് കുറഞ്ഞു വരുമ്പോ കാലിന്റെ പേരിൽ ഓരോ ഭാഗങ്ങളും നമ്മൾ തളർത്തി കൊണ്ടുവരണം. കാലിന്റെ തള്ളവെല്ല് തളർത്തുക, കാലിന്റെ എല്ലാ വെല്ലുകളും തളർത്തുക, കാലിന്റെ പാദം തളർത്തുക, കാലിന്റെ ഉപ്പിറ്റിയുടെ ഭാഗം തളർത്തുക, കാലിന്റെ ആങ്കിളിന്റെ ഭാഗം തളർത്തണം, കാലിന്റെ കാഫ് മസിൽ തളർത്തുക, കാലിന്റെ മുട്ടുകൾ തളർത്തുക, കാലിന്റെ തൊടയുടെ മസിൽ തളർത്തുക, അരഭാഗത്തെ പേശികൾ തളർത്തുക, വയറ്റിലെ പേശികൾ തളർത്തണം, പുറം ഭാഗം തളർത്തണം, നട്ടലിന്റെ ഭാഗം തളർത്തണം, ചെസ്റ്റിന്റെ ഭാഗം തളർത്തുക, ഷോൾഡറിന്റെ ഭാഗം തളർത്തുക, കയ്യിന്റെ മോൾ ഭാഗം തളർത്തുക, കയ്യിന്റെ മുട്ടുകൾ തളർത്തുക, കൈത്തണ്ട തളർത്തുക, കയ്യിലെ റിസ്റ്റ് തളർത്തുക. സൗരാളത്തിലെ ഓരോ ഭാഗങ്ങളെയും തളർത്തുക. കഴുത്തിലെ പേശികൾ തളർത്തുക. കഴുത്തിന്റെ മുൻഭാഗം തളർത്തുക, കഴുത്തിന്റെ പിൻഭാഗം തളർത്തുക, തലയുടെ പിൻഭാഗം തളർത്തുക, തലയുടെ മോൾഭാഗം തളർത്തുക, നെറ്റിയുടെ ഭാഗം തളർത്തുക, കണ്ണിന്റെ പിരികം തളർത്തുക, കൺപോള തളർത്തുക, കണ്ണിലെ കൃഷ്ണമണി തളർത്തുക, മുഖത്തെ പേശികൾ തളർത്തുക, കവിളുകൾ തളർത്തുക, ചെവിയുടെ ഭാഗം തളർത്തുക, മൂക്കിന്റെ ഭാഗം തളർത്തുക, ചുണ്ടുകൾ ശ്രദ്ധിക്കുക. മേൽചുണ്ട് തളർത്തുക, കീഴ്ചുണ്ട് തളർത്തുക, താടി തളർത്തുക, പല്ല് തളർത്തുക, നാവ് തളർത്തുക, ഇനി നമ്മുടെ മനസ്സിന്റെ ഭാഗം തളർത്തുക, വയറ്റിലെ കുടലുകള്, ചെറുകുടല്, വൻകുടലൊക്കെ തളർത്തുക, വയറിന്റെ ഉള്ളിൽ അടിഭാഗത്ത് കിഡ്നിയുടെ ഭാഗം തളർത്തുക, വയറിന്റെ ഉള്ളിൽ മോൾ ഭാഗത്ത് പാൻക്രിയാസ് ഗ്രന്ഥിയുടെ ഭാഗം തളർത്തുക, ചെസ്റ്റിന്റെ അടിയിൽ ലിവറിന്റെ ഭാഗം തളർത്തുക, ശ്വാസകോശത്തിന്റെ ഭാഗം തളർത്തുക, ഡയഫ്രത്തിന്റെ ഭാഗം തളർത്തുക, ഹൃദയത്തിന്റെ ഭാഗം തളർത്തണം, കഴുത്തിലെ തൈറോയ്ഡ് ഗ്രന്ഥി തളർത്തുക, കഴുത്തിന്റെ പിന്നിലെ പാരാതൈറോയ്ഡ് ഗ്രന്ഥി തളർത്തുക, ഇനി ബ്രെയിനിന്റെ ഭാഗം, തലച്ചോറിന്റെ ഭാഗം തളർത്തുക. അപ്പൊ നമ്മുടെ ശരീരം പൂർണ്ണ വിശ്രമത്തിലാണ്. ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും നമ്മൾ വിശ്രമം കൊടുത്തിരിക്കുക. ഇനി പതുക്കെ നമ്മുടെ ചക്രങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ നട്ടലിന്റെ അടിഭാഗത്തായിട്ട് നമ്മുടെ മലദ്വാരത്തിന്റെയും ലൈംഗിക അവയവത്തിന്റെയും ഇടയിലായിട്ട് വരുന്നതാണ് മൂലാധാര ചക്രം. മൂലാധാര ചക്രം നമ്മുടെ എല്ലാ സ്വഭാവവിശേഷങ്ങളും അവിടുന്ന് തന്നെയാണ് വരുന്നത്. ആ മൂലാധാര ചക്രം അവിടെ ചുമന്ന കളർ കാണണം. കുറച്ചുകൂടെ ഇങ്ങോട്ട് കയറണം. നമ്മുടെ ലൈംഗിക അവയവത്തിന്റെ മുകളിൽ സ്വാദിഷ്ഠാന ചക്രം, അവിടെ ഓറഞ്ച് കളർ കാണും. അതിന്റെ കൂടി കുറച്ച് മുകളില്
മണിപൂരക ചക്രം, പൊക്കിൾക്കൊടിയുടെ തൊട്ട് താഴെ മണിപൂരക ചക്രം. അവിടെ മഞ്ഞ കളറുകളാണ്. അതിന്റെ മുകളില് ഹൃദയത്തിന്റെ അവിടെ പച്ച കളറ് അനാഗത ചക്രം. അനാഗത ചക്രം അവിടെ നിന്ന് അങ്ങനെ കുറച്ച് മുകളില് കഴുത്തിന്റെ അവിടെ വിശുദ്ധി ചക്രം. അപ്പൊ അനാഗത ചക്രത്തിന്റെ അവിടെ പച്ച കളർ. വിശുദ്ധി ചക്രം കഴുത്തിന്റെ അവിടെ നീല കളറ് കാണും. നെറ്റിയുടെ സെന്ററിലെ ഗുരുമധ്യം ആജ്ഞാചക്രം, ഇൻഡിഗോ കളർ. തലയുടെ മുകളിൽ സഹസ്രാരചക്രം, വയലറ്റ് കളർ. സഹസ്രാരചക്രം വയലറ്റ് കളറാണ്. ആ ചക്രങ്ങള് നമ്മൾ പ്രബന്ധിച്ച് അവിടെ കുറച്ച് നേരം എടുക്കും. ഇനി നമ്മളെ ഇമാജിൻ ചെയ്യാം, നമ്മുടെ സഹസ്രാര ചക്രത്തിലുള്ള നമ്മുടെ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന, പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന യൂണിവേഴ്സിന്റെ ആ എനർജി, ലവ് എനർജി നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. തലയുടെ ഭാഗത്ത്, തല, കണ്ണ്, മൂക്ക്, ആ ഭാഗങ്ങളിലേക്ക് ഒരു പ്രവാഹം, ഊർജ പ്രവാഹം നടക്കുകയാണ്. അവിടെ നമ്മൾ വൈദ്യുതി കളർ കുറച്ചുകൂടി താഴത്തേക്ക് വന്ന് ആജ്ഞാചക്രത്തിന്റെ അവിടേക്ക് ശ്രദ്ധിക്കണം. ആ ഭാഗത്തേക്ക് ആ വെളിച്ചം എത്തി, ആ ലവ് എനർജി. അവിടെ ഇൻഡിഗോ കളർ. നമ്മൾ വീണ്ടും കണ്ണ്, മൂക്ക്, ചെവി, ആ ഭാഗങ്ങളിലേക്ക് നല്ലൊരു ഉണർവ് വരുത്തി താഴത്തേക്ക് ആ വെളിച്ചം ഇറങ്ങി വരിക, ലവ് എനർജി. നമ്മുടെ കഴുത്തിന്റെ അവിടേക്ക് എത്തി, വിശുദ്ധി ചക്രത്തിന്റെ അവിടേക്ക്. അവിടെ നീല കളർ കാണാം. കുറച്ചും കൂടെ അവിടെ ഇറങ്ങി കഴുത്തിന്റെ അവിടെ വിശുദ്ധി കളർ, നീല കളർ. അവ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആ ഭാഗങ്ങളൊക്കെ ഉന്മേഷം നൽകി പതുക്കെ താഴ്ത്തേക്ക് വന്ന് കയ്യിന്റെ ആ ഭാഗത്തേക്ക്, കയ്യിന്റെ വെല്ലുകളാക്കി വന്ന് തിരിച്ച് ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് വന്നു. അപ്പൊ അവിടെ പച്ച കളറാ. ഹൃദയധമനികള്, അതുപോലെ ലിവറ്, ആ ഭാഗങ്ങളിൽ ഇതൊക്കെ ആന്തരിക വെള്ളത്തിൽ നല്ല ഉന്മേഷം നൽകി ആ വെളിച്ചം താഴ്ത്തേക്ക് വരിക. താഴ്ത്തേക്ക് വന്ന് നമ്മുടെ വയറിന്റെ ഭാഗത്ത് മണിപൂര ചക്രത്തിന്റെ അടുക്കെത്തി. അവിടെ അത് മഞ്ഞ കളറാണ്. നമ്മുടെ ആമാശയം, ആ ഭാഗങ്ങളിലൊക്കെ നല്ലൊരു ഉണർവ് നൽകി അത് പതുക്കെ താഴ്ത്തേക്ക് വരിക, സ്വാദിഷ്ടാന ചക്രത്തിന്റെ അടുത്ത്. അപ്പൊ അത് ഓറഞ്ച് കളർ. നമ്മുടെ ലൈംഗിക അവയവങ്ങള്, മറ്റുള്ള ആ കാലിന്റെ അവിടേക്കെത്തി അതിന്റെ ഊർജ പ്രവാഹം നല്ലൊരു സ്പീഡിലേക്ക് ആക്കുക. ആ വെളിച്ചം പതുക്കെ താഴ്ത്തേക്ക് വരിക. താഴ്ത്തേക്ക് വരുന്ന സ്വാദിഷ്ടാന ചക്രത്തിന്റെ അവിടേക്കെത്തി. ആ ഭാഗങ്ങളിലൊക്കെ നല്ല ഉന്മേഷം, ഉണർവ് നൽകി അത് പതുക്കെ താഴ്ത്തേക്ക് വരിക. കാലിന്റെ അവിടേക്ക് വന്ന് കാലിന്റെ പേരില് തൊട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്ന് അത് നമ്മുടെ മൂലാധാര ചക്രത്തിലേക്ക് എത്തി. അവിടെ ഒരു ചുമന്ന കളറ്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അഴുക്കുകളും പുറത്തേക്ക് പോകുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ ശരീരത്തിലെ, രക്തത്തിലെ, മനസ്സിലെ എല്ലാ അഴുക്കുകളും അതിലെയാണ് പുറത്തേക്ക് പോവുക. അവിടേക്ക് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ചു. ആ ആനസിന്റെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് നല്ലൊരു എനർജി ഒന്നെന്നറിയാം. അപ്പൊ നമ്മുടെ ലവ് എനർജി കൊണ്ട് നമ്മുടെ ശരീരം പൊതിഞ്ഞു മൂടിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ എടുക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യണതിന്റെ ഒപ്പം ഈ ജർമ്മേനിയം മയക്കിന്റെ ഒരു ഗുണം കൂടി നമുക്ക് കിട്ടുകയാണ്. അത് നമ്മുടെ ശരീരത്തിലെ ആ പ്രവർത്തനങ്ങള്, പ്രാണന്റെ ആയാമം വളരെ വേഗത്തിലാണ്. അങ്ങനെ നമുക്ക് സൗഖ്യം, സന്തോഷം ലഭിക്കുക. നമ്മുടെ തള്ളുവേദന, അതുപോലെ തോൾവേദന, പേശി വേദനകള്,
മറ്റെല്ലാം മാറ്റിയെടുക്കാനായിട്ട് ഇത് സഹായിക്കും. കുറച്ച് നേരം കിടക്കണം. മിനിമം ഒരു 15 മിനിറ്റ്. 15 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെ ഇതിൽ കിടക്കുക. വേറെ ഒന്നും ചിന്തിക്കണ്ട, സ്വസ്ഥമായിട്ട് അതൊക്കെ എടുക്കുക. നമ്മളെ ഈ ചക്രങ്ങളെ ശ്രദ്ധിക്കുക. ചക്രങ്ങളിൽ നിന്നുള്ള ആ ഒരു എനർജി പ്രവാഹം നിരീക്ഷിച്ച് എടുക്കുക. ചക്രങ്ങളിലൂടെയുള്ള എനർജി പ്രവാഹം. നമ്മുടെ ഉള്ളിലെ ചക്രങ്ങള് പിന്നെ മെറിഡിയൻസ് ഒക്കെ ഉണ്ട്. ആ മെറിഡിയൻസിലേക്കൂടെയുള്ള ആ രക്തപ്രവാഹം, ആ സ്നേഹപ്രവാഹം ശ്രദ്ധിച്ച് അടങ്ങെടുക്കുക. മിനിമം 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറാണെങ്കിൽ ഏറ്റവും നന്നായി. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചക്രങ്ങളും ശ്രദ്ധിക്കുക. ഓരോ ചക്രങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപൂരക ചക്രം, അനാഹത ചക്രം, വിശുദ്ധി ചക്രം, ആജ്ഞാചക്രം, സഹസ്രാര ചക്രം. വീണ്ടും നമ്മൾ പഴയതിരിക്കുന്ന ഒരു ആഹ്ലാദത്തിലേക്ക് ശ്രദ്ധിക്കുക. ശ്വാസം ശ്രദ്ധിക്കുക. ശരീരത്തിൽ കൈയാണെങ്കിൽ എടുത്തേക്ക് കാലം അടിച്ച് കൈ തലയുടെ പിന്നിലേക്ക് ഇങ്ങനെ കോർത്ത് പിടിക്കുക. കൈ പിന്നിലേക്ക് തള്ളുക, കാലടിക്ക് തള്ളുക. സ്ട്രെച്ച് റെസ്റ്റ്, സ്ട്രെച്ച് റെസ്റ്റ്, സ്ട്രെച്ച് റെസ്റ്റ്. കൈ മുമ്പിലേക്ക് തന്നെ വയ്ക്കുക. ഇനി വലത്തോട് ചെരിഞ്ഞ് എടുക്കുക. ചാടി ഇരിക്കണമെന്ന് പാടില്ല. കയ്യെ തലയുടെ അടിയിൽ വയ്ക്കുക. കയ്യ് ഇടത്തെ കയ്യ്, വലത്തെ കയ്യ് തലയുടെ അടിയിൽ, ഇടത്തെ കൈ നിലത്ത് കമത്തി കൈ കുത്തി നേരെ എത്തിയിരിക്കുക. കൈ വലർത്തി വയ്ക്കുക, അങ്ങ് വന്നിരിക്കുക. കണ്ണടയ്ക്കുക. നമ്മുടെ ശരീരത്തിലെ ആ മാറ്റങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരം ലവനത്തി കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ പുതിയൊരു ദിവസം, നല്ലൊരു ദിവസത്തിലേക്ക് കണി കണ്ടുവിടാൻ പോകുന്നു. കൈകളൊന്ന് കൂട്ടിട്ട് കണ്ണിന്റെ മുകളിലേക്ക് കൈയൊന്ന് പതുക്കെ ഒന്ന് തലോടിയിട്ട് കണ്ണു ചേർക്കാം. ശുഭദിനം. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റങ്ങള് ഉണ്ടാവും. അപ്പൊ അനുഭവത്തിൽ കൂടെ പലരും ഇത് ഒരു ആഴ്ച ആയിട്ടുള്ളപ്പോഴേക്കും ഇതിന്റെ അത്ഭുത നേട്ടങ്ങള് പറഞ്ഞു തുടങ്ങി. അപ്പൊ പല കഷ്ടപ്പാടുകളും താണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണ് ഇത് അനുഭവം പറഞ്ഞത്. പല ചികിത്സാ രീതികളിലും ബന്ധപ്പെട്ടിട്ട് മാറാത്ത തണ്ടുവേദനയ്ക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടെന്ന് അവര് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിലെ കൂടെ നമുക്ക് നല്ലൊരു ആരോഗ്യം നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളോട് ഇത് പറയുന്നത്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ അനുഭവിച്ചറിയാനോ നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ എന്നെ വിളിക്കാം. നിങ്ങൾക്ക് ഇവിടെ വരാം. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.